ഹലോ. ഇത് എൻ്റെ അങ്കിളിൻ്റെ മോള് അനശ്വ. എല്ലാത്തിനും പേരല്ല, അശ്വ, അനശ്വ, അശ്വി, 3 പേരുണ്ട് പേര്. പൊന്നൂസ്. അത് ഞാൻ. ഞങ്ങളിവിടെ ഫോട്ടോഷൂട്ടിന് വേണ്ടി വെളിയിലോട്ട് ഇറങ്ങിയതാണ്. സ്കൂള് കാരണം അവിടെ നല്ലൊരു സ്ഥലമുണ്ട്, അങ്ങോട്ട് പോകാം. ഇതെന്തുവാ പരിപാടി പറഞ്ഞു കൊടുത്തേ? ഇവിടെ നമ്മൾ ജമന്തി കാണാൻ വന്നതാണ്. അങ്ങനെ കുഞ്ഞുറ്റ കുറെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ വെളിയെ വരും. ഇതെല്ലാം നിങ്ങൾ നട്ടതാണോ? നമ്മൾ ട്യൂഷൻ സെന്ററിൽ നിന്ന് നട്ടതാണ്. നല്ല രസമുണ്ട് ഗൈസ് കാണാൻ. ഇത് മഞ്ഞ കളർ, ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഓറഞ്ച് കളർ ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നു. നമുക്ക് നോക്കാം അല്ലേ? നിങ്ങൾ എത്ര പേരാ? കുറേ പേരുണ്ട്, 20ഓളം പേര്. അവിടെ പള്ളിയുണ്ട്, ഈ പള്ളിയുടെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കായിരിക്കും. ആരാധന നടക്കും. നല്ല രസമുണ്ട് ഇട്ടേക്കുന്ന. ഇങ്ങനെ താഴെ നോക്കുമ്പോൾ അറ്റം വരെ ഉണ്ട്. ചിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. കുഞ്ഞാറ്റ എവിടെ? താഴെ. ഞങ്ങള് ഇതാ വരുന്നതെന്ന് പറഞ്ഞിറങ്ങിയതാണ്. എവിടെ പോകുന്ന പോലും വീട്ടിൽ പറഞ്ഞിട്ടില്ല. തൊട്ട് അടുത്താണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ല, നമ്മൾ എവിടെ പോകുന്നെന്ന് പറഞ്ഞിട്ടല്ലല്ലോ ഇറങ്ങിയെന്ന് വീട്ടിൽ. ഫോട്ടോഷൂട്ടിന് ഇറങ്ങിയതാണ്. വീട്, അമ്മാമ്മയുടെ വീട്, നമ്മുടെ തറവാട് വീട് ഞങ്ങൾ പൊളിച്ചിട്ട് ഇത് ഇവളുടെ ഡാഡി വെച്ച വീട്, അതായത് എൻ്റെ അമ്മയുടെ അനിയൻ. എൻ്റെ അങ്കിളിൻ്റെ വൈഫ്. ഇവിടെ ഒരു ബോബോ ഉണ്ട്. നിന്റെ പേരെന്തായിരുന്നു? സ്നോവി. ഇത് സ്നോവി. എന്നെ വലിയ കാര്യം. ഞാൻ വിചാരിച്ചത് എന്താ വരയ്ക്കാത്തേന്ന്. ഇതാണ് കുഞ്ഞാറ്റ, എന്റെ മൂത്ത അങ്കിളിന്റെ മോള്. ഞാൻ നേരിട്ട് എന്റെ ഇളയ അങ്കിളിന്റെ മോള്. ഞങ്ങളിന്ന് തിരിച്ചു പോകണം. ഇവരല്ല, ഞാൻ നമ്മൾ പിന്നെ എന്താണ് പറയാൻ നിൽക്കുന്നത് അല്ലേ അമ്മ? ഇവിടെ ആകെ മൊത്തം 5 പിള്ളേരുണ്ട്. അത് കുക്കുചേട്ടാ. അതാരാ? അത് ആദർശോ? ആദർശ് ഭായ്. ഇതാണ് അശ്വ, ഇതാണ് അനശ്വ, ഇതാണ് കുഞ്ഞാറ്റ, ഇതാണ് കുഞ്ഞുവാവ, അമ്മച്ചി, പ്രീത ആൻറ്റി, പ്രഭ ആൻറ്റി, പ്രീത ആൻറ്റിയുടെ ഭർത്താവ്, കുഞ്ഞമ്മ, മൂക്കിൽ മാത്രമേ കൈവയ്ക്കൂ, ആര്യ ചേച്ചി, ആദർശിന് കണ്ണിലെന്തോ പറ്റി. അയ്യോ, ഒറ്റ കണ്ണേ കാണിക്കും. ഒരു പട്ടിയെ കുളിപ്പിക്കാൻ കുക്കുചേട്ടാ. താഴെ ഇറങ്ങിയത് പട്ടി അയച്ചിട്ടോ. എന്താ പട്ടി അവനെ കൊണ്ട് പോണ്. തെറ